നമസ്കാരം. ദേശീയ വനിതാ കമ്മീഷനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990 സ്ത്രീകൾക്ക് എതിരെയുള്ള അക്രമങ്ങൾ തടയുവാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും ഇന്ത്യൻ പാർലമെൻറ്റ് 1990കളിൽ ഈ നിയമം പാസ്സാക്കി. അപ്പം ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990ലാണ്. നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ച് പാസ്സാക്കിയത് 1990 ഓഗസ്റ്റ് 30-നാണ്. അപ്പം പ്രസിഡൻ്റ് ഒപ്പുവെച്ച് പാസ്സാക്കിയത് 1990 ഓഗസ്റ്റ് 30. ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1990 വനിതാ കമ്മീഷൻ നിയമപ്രകാരം രൂപീകരിച്ചത് 1992 ജനുവരി 31. അപ്പോൾ 1992 ജനുവരി 31-നാണ് ദേശീയ വനിതാ കമ്മീഷൻ നിയമം രൂപീകരിച്ചത്. കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമത്തിലെ ഭാഗമാണ് അധ്യായം 2. അപ്പോൾ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമത്തിലെ ഭാഗമാണ് അധ്യായം 2. സെക്ഷൻ എത്ര എന്ന് ചോദിച്ചാൽ 3 മുതൽ 9 വരെയാണ്. അതായത് 3 തൊട്ട് 9 വരെ ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സ്ത്രീകൾക്കു വേണ്ടി ഒരു ദേശീയ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന നിയമത്തിലെ വകുപ്പ് എത്രയാണെന്ന് ചോദിച്ചാൽ അത് 3-ൽ 1. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ദേശീയ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് പ്രസ്താവിക്കുന്ന നിയമത്തിലെ വകുപ്പാണ് 3-ൽ 1. ദേശീയ വനിതാ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അംഗങ്ങൾ ആകെ 6 അംഗങ്ങളാണുള്ളത്. ഒരു ചെയർമാനും പ്ലസ് 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയുമുണ്ട്. അപ്പോൾ ടോട്ടൽ 6 അംഗങ്ങളാണുള്ളത് എന്ന് മറന്നു പോകേണ്ട. 6 അംഗങ്ങളാണ് ഉള്ളത്. ചെയർമാനെയും അംഗങ്ങളെയും മെമ്പർ സെക്രട്ടറിയും നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ ചെയർമാനെയും അംഗങ്ങളെയും മെമ്പർ സെക്രട്ടറിയും നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ചെയർപേഴ്സൺ ആകുന്ന വ്യക്തി സ്ത്രീകളുടെ കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധത ഉള്ള ആളായിരിക്കണമെന്ന് കമ്മീഷനിൽ പറയുന്നുണ്ട്. 5 അംഗത്തിൽ ഒരു അംഗം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുമായിരിക്കണമെന്നും കമ്മീഷനിൽ പ്രതിപാദിക്കുന്നുണ്ട്. 5 അംഗങ്ങളിൽ ഒരു അംഗം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുമായിരിക്കണമെന്നും പ്രതിപാദിക്കുന്നുണ്ട്. അംഗങ്ങളുടെ കാലാവധി ഓർത്തു വെച്ചോളണം. അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. വകുപ്പ് 4 ഇവരുടെ കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സേവന വ്യവസ്ഥകളെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതും കേന്ദ്ര സർക്കാരാണ്. അംഗങ്ങൾ രാജിക്കത്ത് കൊടുക്കേണ്ടതും കേന്ദ്ര സർക്കാരിനാണ്. റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും കേന്ദ്ര സർക്കാരിനാണ്. അപ്പോൾ ഇവരൊക്കെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും എല്ലാം ആരാണ്? കേന്ദ്ര സർക്കാരാണ്. അല്ലാതെ പ്രസിഡൻ്റ് അല്ല, മാറിപ്പോവരുത്. കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി നിശ്ചയിക്കുന്നതും കേന്ദ്ര സർക്കാർ. സേവന വ്യവസ്ഥകളെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതും കേന്ദ്ര സർക്കാരാണ്. അംഗങ്ങൾ രാജിക്കത്ത് കൊടുക്കേണ്ടതും കേന്ദ്ര സർക്കാരിനാണ്. റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും കേന്ദ്ര സർക്കാരിനാണ്. വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി വഹിച്ചവരാണ്. ഒന്നാമത്തെ ആൾ ജയന്തി പട്നായിക്കാണ്. രണ്ടാമത്തത് മോഹിനി ഗിരി. മൂന്നാമത്തത് വിഭ പാർത്ഥസാരഥി. നാലാമത്തത് പൂർണിമ അദ്വാനി. അഞ്ചാമത്തത് ഗിരിജ വ്യാസ്. ആറാമത്തത് മമത ശർമ്മ. ഏഴാമത്തത് ലളിത കുമാരി മംഗലം. 8 രേഖ ശർമ്മ. 9 വിജയ് കിഷോർ രഹിത്തർക്കർ. ഇതിൽ 9ാമത്തെ വ്യക്തി നിലവിലത്തെ വ്യക്തി തന്നെയാണ്. വിജയ് കിഷോർ രഹിത്താർക്കർ 9ാമത്തെ വ്യക്തിയാണ്. നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയും വിജയ് കിഷോർ രഹിത്തക്കർ ആണ്. 2 തവണ ചെയർപേഴ്സൺ ആയത് ഗിരിജ വ്യാസും രേഖ ശർമ്മയുമാണ്. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷ അംഗം ആര് എന്ന് ചോദിച്ചാൽ അലോക് റാവത്താണ്. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ ആരെന്ന് ചോദിച്ചാൽ അലോക് റാവത്താണ്.
അപ്പോൾ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ 9ാമത്തെ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ അത് വിജയ് കിഷോർ രഹത്കർ ആണ്.